നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായി നിയുക്ത ISRO ചെയർമാൻ ഡോക്ടർ നാരായൺജിക്ക് എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, ലോകത്തിൽ അപൂർവമായി വരുന്ന ഒരു വസ്തുവാണ് ജീവജലം എന്ന് പറയുന്ന വെള്ളം. വായു ഇല്ലാതെ ജീവിക്കാമെന്ന് കണ്ടുപിടിച്ചായിട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ജീവജലം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ തീപിടുത്തമുണ്ടായി. എന്തോ ആകട്ടെ, പ്രതി ദുരന്തമാണെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, അത് നമ്മൾ ദുഃഖം രേഖപ്പെടുത്താണ്. അവരോടെല്ലാം നമ്മൾ സഹതാവും, പിന്നെ എല്ലാം സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അതിലെടുക്കാൻ ഡാമിൽ വെള്ളം ഉണ്ടായില്ല, റിസർവോയർ വെള്ളം ഉണ്ടായില്ല. കാരണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം പറ്റിച്ചു പറഞ്ഞാൽ അവിടെ വെള്ളത്തിന് ക്ഷാമം മനസ്സിലായില്ലേ. അതുപോലെ നമ്മൾ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ, ചെമ്പർക്കിലേക്ക് വന്നാൽ, എൻ്റെ നാട് ചെമ്പർക്കി ഞാൻ പറഞ്ഞല്ലോ, അവിടെ 1965 പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭൂതത്വം കിട്ടിയെന്നുള്ള വെള്ളം വന്നതിന് ശേഷമാണ് അവിടെ കുടിവെള്ളം ഉണ്ടായത്. അത് ജനുവരി മാസമല്ല, ഒരു മകരം കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം ജനുവരിക്കും വെള്ളം ഉണ്ടാവില്ല, പിന്നെ മഴ വരണം. അങ്ങനെ വരൾച്ചയുടെ ഒരു തീർത്ഥാനുഭവം അനുഭവിച്ചാണ് ഞങ്ങൾക്ക് വളർന്നത്. അത് 65 വെള്ളം വന്ന് അത് സന്തോഷമായി. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു, പെരിയാർ വാലിൽ നിന്നൊരു വെള്ളം വന്നില്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള കിണറുകളിലെ വെറ്റിപ്പോവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇനി പെരിയാർ വാലിയിൽ വെള്ളം വേണമെങ്കിൽ ഭൂതത്താൻകെട്ടിൽ വെള്ളം ഉണ്ടാവണം. കാലക്രമേണ വെള്ളത്തിന് ക്ഷാമം കാരണം ഭൂതത്താൻകെട്ട്, അണക്കെട്ട് പോലും വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല. അതിന് മുന്നോടിയായിട്ടാണ് ഒരു 30 വർഷം മുമ്പ് ആ മൊയ്തീൻ ഷാ പറഞ്ഞു, ചെമ്പറക്കി നടക്കാവ് ഭാഗത്ത് ഒരു ചെക്ക് ഡാം പണിയണം. അവിടെ സൗകര്യമുണ്ട്. ഒരു 4-5 അടി ഉയരത്തിൽ മല ചുറ്റും ഉയർന്ന പ്രദേശമാണ്, ഒരു പാടമാണ്, അവിടെ കൃഷി ചെയ്യുന്നില്ല, വേസ്റ്റായി കിടക്കാണ്. അതിലൊരു 4 അടി ഉയരത്തിൽ ഒരു ചെറിയ ബണ്ട് കെട്ടി ചെക്ക് ഡാം തുടങ്ങാം. അതിൽ വളർത്തുന്നതിന് വേണ്ടി സർക്കാരിന് ലോൺ കിട്ടും, സബ്സിഡി ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. 10-30 വർഷം മുമ്പ് നമ്മളിവിടെ യോഗം വെച്ച് അവിടെ ചെമ്പറക്കി ഭാഗത്ത്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം എന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെള്ളമാണ്. നാളെ ഒരു 3-4 ലോക മഹായുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് പ്രധാന കാരണം ഇസ്രായേലോ ഇതൊന്നുമല്ല, അത് ജീവജലത്തിന് വേണ്ടി ആയിരിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരെല്ലാം മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം വിലയിരുത്തൽ. അപ്പോൾ ജീവജലം എന്ന് പറയുന്നത് അമൃതമാണ്, ജീവാമൃതമാണ്. അത് ആവശ്യമാണ്, നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പണ്ട് ഭൂഗർഭ ജലം എന്ന് പറഞ്ഞാൽ ഒരു 20-30 അടി താഴ്ത്തിയ ജലം കിട്ടും. ഇപ്പം 400 അടി താഴ്ത്തിയാലും ഭൂഗർഭ കുഴൽക്കിണറിൽ വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ഭൂഗർഭ ജലം, അണ്ടർഗ്രൗണ്ട് വാട്ടർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊന്നും ഭൂമിയിലേക്ക് വലിയുന്നില്ല, അതിങ്ങനെ ഒഴുകി നേരെ കടലിലേക്ക് പോവാണ്. കാരണം പാടഫലം നിർത്തി, റോഡ് എല്ലാം പിന്നെ ടാറിങ്ങായി, മറ്റു മുറ്റമെല്ലാം ടൈൽ വിരിച്ചു. ഇന്നലെ ഞാൻ എൻ്റെ വീടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നില്ലോ വാട്സപ്പിൽ, ഇതിലൊക്കെ. എന്താണ് കാരണം? വീട്ടുമുറ്റത്തുള്ള വൻ മരങ്ങളുമായി സർവസ്നേഹി നർമ്മ സല്ലാപം നടത്തുന്നു. മരം ഒരു വരം, മധ്യകേരള തലസ്ഥാനം ഇരുവരം എന്നൊരു കൊട്ടേഷൻ. എന്തൊരു ആശ്വാസമാണ്. ഞാൻ ആ മരത്തെ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി മരത്തോട് സംസാരിക്കുമ്പോൾ നമുക്കും കിട്ടുന്നൊരു അനുഭൂതി, അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു സന്തോഷം, നിർവൃതി എത്ര ആശ്വാസകരമാണെന്നറിയുമോ? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സംതൃപ്തിയാണ്. അത് വില കൊടുത്താൽ കിട്ടുന്നില്ല. അപ്പം അതുപോലെ സംതൃപ്തി നമുക്ക് കിട്ടും. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പറമ്പിൽ കഴിയുടെ പരമാവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക. അതാണ് കാര്യം.
അത് വെള്ളം അടിയിലേക്ക് വലിക്കുന്നില്ല, അതെല്ലാം ഒഴുകി നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ട് ഭൂഗർഭജലം വളരെ താഴ്ന്നിരിക്കുന്നു. അതിന് പല പല വിഷയങ്ങളുണ്ട്. അത് പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ രോഗത്തിൻ്റെ ഉറവിടം അഴുക്ക് ചാലുകളാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നമ്മൾ സെമിനാർ വെച്ച് 10 സെമിനാർ നടത്തി, വലിയ വലിയ വാർത്തകൾ പത്രത്തിൽ വന്നു. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും അബ്സോർവ് ചെയ്യുന്നില്ല. കാരണം 4 സൈഡും കാനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കിടക്കും. 2 സൈഡ് ചെയ്ത് അടി ചെയ്ത് മുകളും ടോപ്പിൽ ഇട്ട്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞത് മുകൾ ടോപ്പിൽ കാനിടും, 2 സൈഡിൽ വയ്ക്കും, അടിയിൽ വന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യില്ലേ. അപ്പോൾ ആ വെള്ളം കുറച്ചെങ്കിലും ഭൂമിയിലേക്ക് വലിഞ്ഞു പോവില്ലേ. അങ്ങനെ വലിഞ്ഞു പോകണം. അത് തന്നെയല്ല, അല്ലാതെ ഞങ്ങൾ മറ്റൊരു സംവിധാനം പറഞ്ഞത് അത് മോസ്റ്റ് മോഡേൺ ആണ്. എന്താണെന്നറിയോ, അവനവൻ്റെ വീട്ടുപറമ്പിൽ വരുന്ന വെള്ളം അവനവൻ്റെ പറമ്പിൽ തന്നെ കുഴി കുഴിച്ച് അതിനകത്ത് അബ്സോർവ് ചെയ്യാൻ സന്ദർഭം ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ 5 സെൻറ്റുകാരനാണെങ്കിൽ 5 സെൻറ്റിന് വലിപ്പമുള്ള ഒരു കുഴി, 10 സെൻറ്റാണ് 10 സെൻറ്റ് വലിപ്പമുള്ള കുഴി, അങ്ങനെ ഓരോ സ്ഥലത്തിനും വലിപ്പം കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലെ വേസ്റ്റ് വെള്ളം എല്ലാം കുഴിയിലേക്ക് ചാടുക. ആ കുഴിയിലേക്ക് ചാടിയിട്ട് അത് വെള്ളം ടോപ്പ് ഇട്ടോ കുഴപ്പമില്ല, പക്ഷെ അടി കോൺക്രീറ്റ് ചെയ്യരുത്. ആ വെള്ളം വലിഞ്ഞു പോകും. അത് ആഴ്ചയിലൊരിക്കൽ അതിൽ വരുന്ന വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. അത് മുകളിലേക്ക് കോരിയിട്ട് പിറ്റേ ആഴ്ച അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കത്തിച്ച് ചാരായിട്ട് നിങ്ങളുടെ കൃഷിസ്ഥലത്തോ തെങ്ങിൻ്റെ ചോട്ടിലും ഇടണം. അപ്പോൾ ഒന്നും വേസ്റ്റായി പോവില്ല. പക്ഷെ ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഈ ജനങ്ങളോട് പറയുന്നതാണ്. എന്തേ ജനങ്ങളും സർക്കാരും അധികാരികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇത് ചിന്തിക്കാത്തത്? അവർക്കെല്ലാം എങ്ങനെ MLA ആകും, എങ്ങനെ MP ആകാതെ ഒറ്റ ചിന്തയുള്ളൂ. ഒറ്റ ചിന്ത പറയുക. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ 10% ക്രിസ്ത്യൻ സമുദായമാക്കി, 6% ദളിത് ക്രിസ്ത്യൻ നമ്മൾ പറഞ്ഞു. ആ 10% ക്രിസ്ത്യൻ സമുദായത്തിൽ കൊച്ചു പാർട്ടി വലിയ പാർട്ടിയായിട്ട് ഏതാണ്ട് 100ഓളം MLA ഇപ്പോൾ ഷർട്ടിട്ട് കിടക്കാണ്. 100ഓളം MLA ഒരു ഇതിൽ മറ്റതിൽ അവർ അർഹരുമാണ്, അതിൽ സംശയമില്ല. യോഗ്യതയുണ്ട്, അർഹപ്പെട്ടവരാണ്. പക്ഷെ 10%ഉള്ളവർക്ക് 100 MLA സ്ഥാനം കൊടുക്കും. ആകെ 14 സ്ഥാനമല്ലേ കിട്ടുള്ളൂ 10%. അവിടെ 100 ആവശ്യക്കാരുണ്ട്. അത് മറ്റെല്ലാ ഇതിലും ഇതെവിടുന്ന് കൊടുക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിൻ്റെ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, വഞ്ചന എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഒരു ടെക്നിക്ക് കളി. ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറി വന്ന് നാസറിൻ്റെ പേരിൽ ഒരുപടി അഴിമതി ആരോപണങ്ങൾക്ക് വന്നിട്ടുണ്ട്, പല അഴിമതി. ഇത് കേൾക്കുന്ന സാധാരണ ജനം എന്താ വിചാരിക്കുക? ചേട്ടാ, ഈ കള്ളന്മാർക്ക് എവിടെ ചെന്നാലും അഴിമതി ചെയ്യാൻ കുറ്റം ചെയ്യാനേ പറ്റുള്ളൂ. എത്ര കൊല്ലാത്തവരാണോ? നാസറല്ലേ, മുസ്ലിമല്ലേ തോന്നുന്നു. അങ്ങനെ എത്ര ആൾക്കാർ മുസ്ലിം തോന്നും, അമുസ്ലിം തോന്നും. പക്ഷെ വാസ്തവത്തിൽ നാസർ ആരിടവും ഒന്നാം തരം ഈഴവനാണ്. നാസർ മുസ്ലിം അല്ല. ഇനി തൃപ്പൂണിത്തലെ ബാബു ഉണ്ട്. ബാബു ക്രിസ്ത്യാനിയാണോ? അല്ല, ഈഴവനാണ്. അങ്കമാലിക്കാരൻ ബാബു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അയച്ച് തൃപ്പൂണിത്തിൽ ക്രിസ്ത്യാനിയെല്ലാം അതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ വെള്ളാപ്പള്ളി നടേശനാണ് ഒരു 10 വർഷം മുൻപ് ഈ ചോമ്മായുടെ ഈഴവയുടെ MLA കൂട്ടിയപ്പോൾ ബാബുവിനെ കൂട്ടി പത്രത്തിൽ മനോരമയിലേക്ക് വന്നത്. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, എടോ ഈ കള്ളൻ പിന്നെ ക്രിസ്ത്യൻ അല്ലായിരുന്നില്ലേ, നമ്മൾ എത്ര വോട്ട് ചെയ്തേക്കണ്. കാരണം ചിലവർ ജാതിക്ക് വേണ്ടി വോട്ട് ചെയ്ത്, അത് വർഗീയതല്ല, അവന് വേറെ ലക്ഷ്യമൊന്നുമില്ല. പക്ഷെ അവൻ്റെ സമുദായത്തോട് ഒരു താല്പര്യം, അങ്ങനെ വോട്ട് ചെയ്ത് അവർക്ക് കുറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ തോറ്റുപോയി. പിന്നെ ഇത്താണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്, അതറിയാമല്ലോ. ശബരിമല സീസണിലൊക്കെ നോട്ടീസ് അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിസ്സാര വോട്ടല്ലേ, 150-500 വോട്ടല്ലേ ഉള്ളൂ. മനസ്സിലാക്കണം. ഇനി ആറ്റിങ്ങൾ മത്സരിച്ച ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. സഖാവ് കമ്മൂച്ചലിലെ ഒരു ടെക്നിക്ക് പോകണേ. ആ ജോയി ആരാണ്? ക്രിസ്ത്യാനിയല്ല, ഒന്നാം തരം ഈഴവനാണ്. ഇപ്പോൾ ഈ അച്യുതാനന്ദനെ കുറിച്ച് എന്നുള്ള ABC ചാനലിൽ ഒരു ആൾ പറഞ്ഞ് അച്യുതാനന്ദൻ ഈഴവനല്ല അതൊന്നിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതറിയാൻ വേണ്ടി ഞാൻ നെറ്റ് ചർച്ച ചെയ്ത് ഗൂഗിൾ നോക്കിയപ്പോഴല്ലോ അച്യുതാനന്ദൻ്റെ അച്ഛൻ ശങ്കരൻ, അമ്മ മറിയമ്മ. അത് കണ്ടുകൊണ്ടാണ് മറിയാമ്മ ക്രിസ്ത്യാനിയാണ്. അത് കണ്ടുകൊണ്ടാണ് ABC-ക്കാർ പറഞ്ഞത് ഈഴവനല്ല എന്ന്. എന്നാൽ ക്രിസ്ത്യാനിയാണ് അമ്മ അവർ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ച് എന്താ പറഞ്ഞത് കാരണമല്ലേ? കാരണം സൂരജ് എന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അതെന്തോ കേസ് ഇപ്പോൾ 10 സമ്മേളനം നടത്തി നമ്മുടെ RSSകാർ. അപ്പോൾ ഏതൊരു മുഹമ്മദ് സൂരജ്, ഇപ്പോൾ സൂരജ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാത്ത് ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പിൽ മുഹമ്മദ് ചേർത്ത്, അപ്പോൾ മുസ്ലിമാത്ത്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്, പ്രചരണം നടത്തുന്നത്. നമ്മൾ ജൂനിയർ ദളപതി ജോസഫ് ദളപതിയാണ്, അത് ക്രിസ്ത്യാനിയാണ്. അങ്ങനെ അവർ ചെയ്യാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ക്രിസ്ത്യൻ ചെയ്യുന്നത്
മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ എല്ലാം ആൾക്കാർ ഇങ്ങനെ മതം മാറ്റി ക്രിസ്ത്യൻ സമുദായത്തിൽ മാറ്റുകയാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. അത് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അതാണ് സംഘ് പരിവാർ പറഞ്ഞത്, ഒരു വിദേശ ശക്തിയും മുസ്ലിം ശക്തിയും ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റില്ല. അതേസമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം അത് അയൽവക്കാണ്, അത് എല്ലാ ലോകത്തുള്ളതാണ്, ലോകത്തെ എല്ലാ സ്ഥലത്തുള്ളതാണ്, എല്ലാ നാട്ടിലുള്ളതാണ്. പക്ഷെ ഒരു മുസ്ലിം രാഷ്ട്രവും ഇന്ത്യ ആക്രമിക്കുമ്പോൾ അല്ലെന്ന് RSSന് അറിയാം. പിന്നെ ആരെ വരുന്നത്? ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെ വരുള്ളൂ. അതല്ല, ഇന്ത്യയെ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയാണ് സോണിയാഗാന്ധി ഇവിടെ കൊണ്ടുവന്നത്. അത് സംഘപരിവാറിന് അനുകൂലമാണത്. ഒരു ക്രിസ്ത്യൻ പരിവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് സംഘപരിവാർ പറയുന്നത് ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമാക്കുമ്പോൾ അവർ ചാണകം തിന്നുന്നവർക്കും ഗോമൂത്രം കുഴിക്കുന്നവർക്ക് അത് മതി, അവർ അങ്ങനെയാണ്. അതിൽ നമ്മൾ സോണിയാഗാന്ധി ഒരു വശത്ത്, തൊട്ടടുത്ത് രാഹുൽ ഗാന്ധി, തൊട്ടടുത്ത് പ്രിയങ്ക ഗാന്ധി, അതിനടുത്ത് റോബർട്ട് വധേരയുടെ ഡ്രസ്സ് എങ്ങനെ അറിയുമോ? ബനിയനിടും, അതിൻ്റെ മുകളിൽ വലിയ കുരിശ് തൂക്കും കാണുക. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് ഈ വടക്കേ ഇന്ത്യയിൽ എല്ലാ വീടുകളിലും കൊടുക്കുന്നത്, വ്യക്തി ടു വ്യക്തി. സോണിയ കോൺഗ്രസ്, ക്രിസ്ത്യൻ കോൺഗ്രസ് വരുന്നു. പിന്നെ അതിന് മേൻ വിടാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് അതും കാണിക്കും. അതാണല്ലോ വയനാട് വന്ന് മത്സരിച്ചപ്പോൾ ഒരു പ്രചരണം നടത്തി. ഇത് BJPയും സംഘപരിവാരും ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് പ്രചരണം നടത്തി. ഇന്നൊന്നില്ലത്, അതുകൊണ്ട് 10-60 വർഷമായി. സോണിയാഗാന്ധി എന്ന് ഇന്ത്യയിൽ കാലുകുത്തിയോ അന്ന് മുതൽ പ്രചരണമാണ്. അതിങ്ങനെ പ്രചരിപ്പിച്ച് അവസാന നിമിഷമാണ് ഇപ്പോൾ 10-11 വർഷം മുമ്പ് BJP അധികാരത്തിൽ വന്നത്. രാമക്ഷേത്രത്തിൽ വേറൊരു കാര്യം, ഇതൊക്കെ അവസരം കൊടുത്താരാ? ആരാണ് സോണിയാഗാന്ധി ഇന്ത്യയിൽ വെച്ചത്? ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗിന് പേര് മാറ്റാൻ പറഞ്ഞ് സുപ്രീം കോടതി കേസ് കൊടുത്തിട്ട് ഒറ്റ ദിവസത്തേക്ക് പിൻവലിച്ചില്ലേ? എന്താണ്? സംഘ് പരിവാറിന് വളരണമെങ്കിൽ ഈ കത്തോലിക്ക കോൺഗ്രസ് നിലനിൽക്കണം, ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് നിലനിൽക്കണം. അപ്പോൾ പറയതേ കൊച്ചു പാകിസ്ഥാൻ വരുന്നു, കത്തോലിക്ക കോൺഗ്രസ് വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മുടെ മാത്യു സാമുവല് പക്ക ക്രിസംഖിയാണ്. ആ ക്രിസംഖി പറഞ്ഞല്ലോ, പഞ്ചാബിൽ 60% ക്രിസ്ത്യാനിയായി, തെലുങ്കിലും ആന്ധ്രാപ്രദേശിൽ ക്രിസ്ത്യാനിയായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മാറ്റം വരുന്നു, ക്രിസ്ത്യൻ സമുദായം വളരുന്നു. ഇതൊക്കെ പഞ്ചാബ് സംഘപരിവാർ മിണ്ടിയുണ്ടോ? ഏതോ ലവ് ജിഹാദ്, ഏതോ മറ്റൊരു ജിഹാദിൻ്റെ പേരിൽ എത്ര പ്രശ്നം ഉണ്ടാക്കി, കോലാഹലം ഉണ്ടാക്കി ഇവിടെ സംഘപരിവാർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ സംഘപരിവാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കണം, മനസ്സിലാക്കണം. എന്താ കാരണം? ഒരു മുസ്ലിം രാജ്യം ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ല, അതിന് കപ്പാസിറ്റി ഇന്ന് ലോകത്തില്ല, അതിന് ആവശ്യമില്ല. പിന്നെ വരുന്ന ക്രിസ്ത്യൻ രാജ്യം വരുള്ളൂ. ഇത് സംഘപരിവാർ അറിയാം, പക്ഷെ അവർ കണ്ണെടുക്കാണ്. ഇപ്പോൾ കേരളത്തിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ പിണറായി സഖാവുന്നില്ലേ, 10 ക്രിസ്ത്യൻ സമുദായത്തെ വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് ക്രിസ്ത്യൻകിയുടെ രൂപീകരണം, അതിൻ്റെ നിലനിൽപ്പും സംരക്ഷണം പിണറായി സഖാവ് കൂടിയാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അത് സംഘപരിവാറിൻ്റെ കീഴാണ്. പക്ഷെ പിണറായി സഖാവിൻ്റെ അത് വാർത്ത ഉണ്ട്. കാരണം ഭിന്നിപ്പിച്ച് 10 വോട്ട് ക്രിസ്ത്യാനി കിട്ടില്ല, മുസ്ലിങ്ങൾ വോട്ടിലും കിട്ടില്ല, മനസ്സിലായി. അത് ഞാൻ CPM കുറ്റപ്പെടുത്തില്ല, മുസ്ലിം കുറ്റപ്പെടുത്തില്ല. രണ്ടുപേരും നിലനിൽപ്പാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് UDF നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പിന്നെ അപ്പോൾ മുസ്ലിം വോട്ട് എന്ത് ചെയ്യും? ക്രിസ്ത്യാനി UDFനെ കിട്ടുള്ളൂ. 90% UDF, 10% കിട്ടിയത്രേ. അപ്പോൾ ആ ബാലൻസ് നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രിസ്ത്യൻ സമുദായത്തിൽ കുറച്ച് വോട്ട് കിട്ടും, ഹിന്ദു സമുദായത്തിൽ കാര്യമായിട്ട് കിട്ടില്ല, അത് സംഘപരിവാറിലേക്ക് പോകും. അപ്പോൾ അതിനുള്ള കളിയാണ് പിണറായി സഖാവും CPM കളിക്കുന്നത്. അത് ഞങ്ങൾ നേരിട്ട് കുറ്റപ്പെടുത്തില്ല, ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ അപകടം ഉണ്ടാവും. അതുപോലെ UDFനും വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരെ നിലനിൽപ്പ് പ്രശ്നമാണ്. അല്ലെങ്കിൽ BJP ഭരണത്തിൽ ഒരു പ്രതിപക്ഷത്താവും. ഇതെല്ലാം പരമാവധി സത്യമാണ്, ആർക്കും ഒഴിവാക്കാൻ പറ്റിയ കാര്യമല്ല. ഇത് ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ CPMൽ നിന്ന് പണ്ട് കിട്ടൂല വാക്കുകൊണ്ടുള്ള ഒരു സഹായം പോലും ഇത് മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കണ്ട, അവർക്ക് ചെയ്യാൻ ഒക്കില്ല. കാരണം മറ്റേതിൽ പലസ്തീൻ കേസ് CPM അനുവദിക്കുന്നത് മുസ്ലിം സ്നേഹം കൊണ്ടല്ല, അത് അന്താരാഷ്ട്ര നിയമമാണ്. അത് ഒരു കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളാണ്. അവർ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശമാണ്, അവരുടെ ചുമതലയാണ്. അങ്ങനെ സാമ്രാജ്യത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്നു. മുസ്ലിങ്ങൾ ബാധിക്കുന്നില്ല, പക്ഷെ അത് തുറന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയില്ല. പറഞ്ഞാൽ ചെയ്യുന്നറിയോ? പറഞ്ഞാൽ
മുസ്ലിങ്ങളെതിരാവും, മറ്റൊരെതിരാവും. മുസ്ലിംക്കെല്ലാം വാരി കൊടുത്തു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. സുമാൻ നായർ നേരിട്ട് പറയുന്നില്ല, വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയും പറയുന്നില്ല, അത് കൊടുത്തിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയില്ല. അത് ഉരുണ്ട് കളിയാണ്, ഒരു മിമിക്കല്ല, ഒരു നിമിക്കല്ല, ഒരു ഉരുണ്ട് കളിയാണത്. അതെന്താ വെച്ചാൽ 10 വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാം ജനം മനസ്സിലാക്കി ഇവരല്ല എന്ന്. ഞങ്ങൾ നോക്കിയപ്പോൾ നെറ്റിൽ നോക്കി നോക്കിയിട്ട് അച്യുതാനന്ദൻ ആരാണ്? അച്ഛൻ ശങ്കരനാണ്, അത് ദളിതാണ്, ഈഴവനാണ്, അമ്മ ക്രിസ്ത്യാനിയാണ്, റോസമ്മയോ പുന്നമ്മയോട്ടാണ്. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ടല്ലേ എന്നോട് ഇപ്പം സംശയിക്കേണ്ടി വരുന്നത്. അത് പറഞ്ഞുകൊണ്ട്, കാരണം ഡൽഹിയിൽ വെച്ച് ഈ മഹാൻ ഏതാനും 10-25 വർഷത്തിനകം ഇന്ത്യ മുസ്ലിം രാജ്യമാവെന്ന് പറഞ്ഞ് പിന്നെ തിരുത്തി കേരളം മുസ്ലിം രാജ്യമാവെന്ന് പറഞ്ഞ് ആർക്ക് വേണ്ടി? അത് വേണ്ടി നമുക്ക് സംശയിക്കാമല്ലോ. PC ചോദ്യം വന്നപോലെ ക്രിസ്ത്യൻ സമുദായത്തിന് സോപ്പിടാൻ വേണ്ടിയാണല്ലോ, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് വേടി വാദിക്കാമല്ലോ. ഒരുപക്ഷെ നല്ലതായിരിക്കാം, പക്ഷെ വാദിക്കുന്ന തെറ്റെന്താ? അവിടെയാണ് അടിയൊഴുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്നിട്ട് കുറ്റം പറയുന്ന ഈ സമുദായത്തോട് കുറ്റം പറയുമ്പോൾ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? എന്താണ് സത്യം? ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ വരാണ്. ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, അസംബ്ലി ഇലക്ഷനിൽ എന്തെങ്കിലും കാരണവശാൽ UDF അധികാരം കിട്ടാതെ വന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ്, പാർശ്വഫലം, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസ് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പരമാധികാര സമിതിയാണത്. ആ സമിതി കൂടാൻ വേണ്ടി 2 മാസത്തേക്ക് കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 വർഷമായിട്ട് കൂടിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടാൻ തീരുമാനിച്ചല്ലോ. ഓരോരുത്തർക്ക് വയറുകൾക്ക് ഓരോർക്ക് തൂറ്റിൽ ഒറ്റന്ന് പറഞ്ഞൊന്നുമില്ല. ഇത്രയും അതിനിർണായകമായ സമയത്ത് ഇത്രയും പ്രസക്തമായ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയകാര്യ സമിതി കൂടാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 2026 ഇലക്ഷനിലും UDF അധികാരത്തിൽ ഒരാൾ സാധ്യത കാണുന്നില്ലെന്നാ. ഇത് ബുദ്ധിയുള്ളോ ചിന്തിക്കാണ്, മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കാണ്, ഫിലോസഫികൾ ചിന്തിക്കുന്നതാണ്, ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നതാണ്. ഇപ്പോഴും കോൺഗ്രസ് നേരം വെളുത്തിട്ടില്ല. ഒരാൾ പറഞ്ഞാൽ, അതായത് എത്ര നാൾ മുൻപാണ്, ഞാൻ ഈ സതീശനോടും സുധാകർജിയോടൊക്കെ പറയാണ്, എത്ര നാൾ മുൻപാണ് രാഷ്ട്രീയ സമിതി കൂടാൻ തീരുമാനിച്ചത്? 2 മാസം മുമ്പായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 2 മാസം മുമ്പ് പറഞ്ഞ കാര്യം ആ ദിവസങ്ങളിൽ ഒരു പരിപാടി കേൾക്കാവോ? ഇപ്പം പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്, രമേശ് ചെന്നിത്തല മറ്റൊടുത്ത്, സുധാകർജി അവിടെ, നമ്മുടെ വേണുഗോപാൽജി ട്രിവാൻഡ്രത്ത് വെയിറ്റ് ചെയ്ത് പുള്ളി. അത് കഴിഞ്ഞ് 15-ാം തീയതി AICC പുതിയ ഓഫീസിൽ കഴിഞ്ഞല്ലോ, അതിന് അദ്ദേഹം പോകണമല്ലോ. അപ്പോൾ എന്താണ്, എത്ര ആത്മാർത്ഥതയുണ്ട്, എത്ര ഉത്തരവാദിത്തമുണ്ട്. എന്തെങ്കിലും ആത്മാർത്ഥത ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയി ഈ 1.5 വർഷം കൊണ്ട് പരമാവധി വോട്ട് നേടി അധികാരത്തിൽ കയറാൻ നോക്കണ്ടേ? കയറ്റൂല. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന്. മലപ്പുറം ജില്ല രൂപീകരിച്ചു. മലപ്പുറം ജില്ല രൂപീകരിച്ച 50ാമത് വർഷം. സഖാക്കൾ നമ്മൾ പല കാര്യത്തിൽ കുറ്റം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പിണറായി സഖാവിന് നമ്മൾ കുറ്റം പറയുന്നുണ്ട്. എങ്കിലും അന്നത്തെ കാലത്ത് EMS എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്, വളരെ വ്യക്തമാണത്. അത് കേളപ്പറ്റി, മുഹമ്മദ് ജി, മറിച്ചി, കോൺഗ്രസ് നേതാക്കൾ ഇവരെല്ലാം എതിർത്തു. ആര്യാട് എന്നുണ്ടെങ്കിൽ മുസ്ലിം പറയാനോ ഒരു കൊച്ചു പാകിസ്ഥാൻ ഉണ്ടാവും. ആര്യാട് ഇനി 10 കാലം മണ്ണിനടിയിൽ പോയില്ലേ? എന്താണ് ഇപ്പം ഒരു സംസ്ഥാനം ഒരു ജില്ല വന്നുകൊണ്ട് അവിടെ എങ്ങനെ കൊച്ചു പാകിസ്ഥാനാകണം? ഇത് പറയുമ്പോൾ ഈ മണ്ടന്മാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോൾ സംഘപരിവാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് ചിലർ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നോട്ട് പ്രിന്റ് ചെയ്ത് ഗണ്ടേന് കണക്കിന് കൊച്ചി തുറത്ത് വന്നു. അപ്പോൾ നമ്മുടെ ഈ പട്ടാളവും രാജ്യരക്ഷാ സേനയും അതിർത്തി സംരക്ഷണ സേനയൊക്കെ എന്തിനു വിളിച്ചിരിക്കുന്ന? ഒരു ഈച്ചനങ്ങിയാൽ നിങ്ങൾ അറിയാൻ സംവിധാനമല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഇന്ന് റാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇവിടെ ഇന്ന് റാ എന്ന് പറഞ്ഞാൽ ഡൽഹി റോ അറിയും. റോ എന്താണ്? റിസർച്ച് അനലിസ്റ്റ് വിങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് റോ. ആ റോ അറിയും. അപ്പോൾ പിന്നെ പാകിസ്ഥാനിൽ കൊട്ടിക്കോശി കണ്ടെയ്നർ കണക്കിന് നോട്ട് വന്ന് ഇവിടെ കേരളത്തിൽ വിതരണം ചെയ്തെങ്കിൽ അത് പിടിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ കോടിക്കണക്കിന് രൂപ പട്ടാളത്തിൽ ചെലവഴിക്കുന്നത്, രാജ്യരക്ഷാ വകുപ്പിന് വേണ്ടി ബഡ്ജറ്റ് ആക്കുന്നത്? നമ്മുടെ പോലീസ് എത്ര മോശമാണോ? നമ്മുടെ പട്ടാളം എത്ര മോശമാണോ? നമ്മുടെ രാജ്യരക്ഷാ അതിർത്തി ഉദ്യോഗസ്ഥ മോശമാണോ? അല്ലല്ലോ. ഏതാണ് ഇത് കണ്ടുപിടിക്കാത്തത്?
അപ്പോൾ ഇതെല്ലാം ഉം, ഒരു ഒരു പ്രചരണം മാത്രമാണ്. ഇത് മുയൽ വെള്ളം കുടിച്ചപ്പോൾ എന്താണ് സിംഹം പറഞ്ഞത്? നീ വെള്ളം കലിക്കുന്നു, എൻ്റെ പൊന്നിയായിട്ട് ഞാൻ കളിക്കില്ല, എന്നാൽ നിൻ്റെ അപ്പൂപ്പൻ കലക്കി കാണും എന്ന് പറഞ്ഞ് മുയൽ ചെന്നപോലെ ഇത് ഓരോ കാരണം പറഞ്ഞിട്ട് ഈ സമുദായത്തെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അത് ബുദ്ധിയല്ല, മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമ്മുടെ BJP പ്രസിഡന്റ് ആയിരുന്ന ആളുണ്ട്, DYFIയുടെ ആയിരുന്ന ആൾ, പിന്നെ BJP പോയി, ഇപ്പോൾ CPM വീണ്ടും BJP നിൽക്കുകയാണ്. അതേ പറഞ്ഞ് നൂറ്റാണ്ടായിട്ട് താമസിക്കുന്ന മുസ്ലിങ്ങളെ എങ്ങനെ ശത്രുവായി കണക്കാൻ പറ്റുന്ന അദ്ദേഹം അത്. ഇവിടെ ആരും ഔദാര്യം വേണ്ടോ മുസ്ലിങ്ങൾക്ക്? ഇവിടെ BJPയുടെ പിന്നെ പുള്ളിയുടെ പേര് വിട്ടു, ഇത് കണ്ണൂർക്കാരനാണ്, പത്മനാഭൻ. ഒറ്റ പത്മാജിയുടെ അല്ലെങ്കിൽ PC ജോർജിയുടെ ഒന്നും റെക്കമെൻഡ് വേണ്ട. നിങ്ങളോടൊപ്പം നിങ്ങൾ ഒരു പിടി മുന്നിലുമാണ് മുസ്ലിം സമുദായം, പിന്നെ എന്താണ് ഇതിൻ്റെ രാജ്യസ്നേഹവും. ഇപ്പം ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റ്, അയ്യോ മുസ്ലിങ്ങൾ കുറ്റം പറയില്ല, മുസ്ലിങ്ങൾ അവിടെ നിന്നോട്ടെ, അങ്ങനെ സിമ്പതിയൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സിമ്പതിയൊന്നും വേണ്ട, അവകാശം വേണം. അത് അവകാശമാണ്, അത് ഔദാര്യമല്ല. ഇന്ത്യയിൽ ഓരോ 47 ശേഷം ജനിച്ചത് ഓരോ പൗരൻ ഇന്ത്യ പൗരൻ തന്നെയാണ്. ആ പൗരന്മാരിൽപ്പെട്ടാണ് മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ, ദളിത്, ഈഴോ എല്ലാം. അവർക്കും നിങ്ങൾ ആരും ഔദാര്യം വേണ്ടി. കോൺഗ്രസിൻ്റെ മിഷണറി ഉണ്ട്. നിങ്ങൾ കോൺഗ്രസ് UDF നിങ്ങളൊരു ഔദ്യോഗിക ക്ഷണിതാവ് പോലും ആയിട്ടില്ല. അങ്ങനെ ആകാത്ത നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. എന്താണ് അധികാരം, എന്താണ് അവകാശം? അത് നിങ്ങൾ കൊച്ചാകല്ലേ? ഇപ്പം ജോയിക്ക് കൊടുത്തപ്പോഴേ, എന്നിട്ട് ഞാൻ ഇന്നലെ എൻ്റെ പ്രസ്താവനയിൽ വളരെ വ്യക്തമാണ് എൻ്റെ കാര്യമോ. അൻവറിൻ്റെ ബുദ്ധിയുണ്ട്, ഈ ജൂബിലേറ്റ് കത്തുമ്പോലെ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ സ്വയം കുറവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾക്കിട്ട് തിരുവമ്പാടിയിൽ നിങ്ങൾ സ്ഥാനത്ത് നിന്ന് അവസാനം സഭ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി BJP ക്രിസ്ത്യാനി ജയിപ്പിച്ചുകൊണ്ടു നിങ്ങൾ സ്വാഹയാവെന്ന് പറയും. ഇത് പനശാസ്ത്രം ഞാൻ പറഞ്ഞത്, അത് സഭയോട് ഇഷ്ടക്കുറവോട്ടല്ല, അങ്ങനെ സാധിക്കാം മേ ബി. അത് പുള്ളിക്ക് മനസ്സിലായി. അതായത് പുള്ളി ഇപ്പോൾ ആരാണ് ഷൗക്കത്തായാലും ആയിക്കോട്ടെ, കുഴപ്പമില്ലത്, അല്ലെങ്കിൽ ആരോ പറഞ്ഞാണത്. അപ്പോൾ എൻ്റെ അൻപർ നിങ്ങൾ 4, 3, 7 ലോകത്ത് എവിടെ കൂട്ടിയാലും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, മറ്റേ ഈ കോൺഗ്രസ് ശ്രദ്ധിക്കണം. രാഷ്ട്രീയകാര്യ സമിതി അതിനൊരു എല്ലാത്തിനും വേണ്ടി എല്ലാ കുറ്റവും തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണത്. അത് 2 മാസം ഈ കൂട്ടം എന്ന് പറഞ്ഞിട്ട് 1.5 മാസമായിട്ട് കൂടിയിട്ടില്ല. KPCയുടെ പ്രസിഡന്റ് ഏറ്റിട്ട് ആ സ്ഥാനാർത്ഥി പിന്നെ ഭാരവാഹികൾ നിയമിക്കാൻ സാധിച്ചില്ല. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം അത് ഇല്ല. എത്ര കോൺഗ്രസ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ എല്ലാം കൂടി കൊണ്ട് നിങ്ങളുടെ തളിയിൽ തരുമെന്നാണ് വിചാരം. ഒരു തെളിവില്ല, ആർക്കും അത് കഴിപ്പൊന്നോ തരണമൊന്നുമില്ല. ഇവിടെ കോൺഗ്രസ് ജയിപ്പിച്ചിരുന്നൊന്നുമില്ല. അവിടെ രാഹുൽ ഗാന്ധി എന്നാണ് പദയാത്ര, വാഹനയാത്ര, പ്രചരണം, ആൾക്കൂട്ടമല്ല കോൺഗ്രസ് വേണ്ടതെന്ന് അന്നും ഇന്നും ഞങ്ങൾ പറയുന്നുണ്ട്. ആൾക്കൂട്ടം ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രാഹുൽ ഗാന്ധി വന്നെടുത്തെല്ലാം നല്ല ആൾക്കൂട്ടം ഉണ്ടായി. പ്രത്യേകിച്ച് മുലായം സിംഗിൻ്റെ മകൻ ഇതുകൂടി വന്നത്, എന്നിട്ട് വോട്ട് കിട്ടിയോ? അന്ന് ആൾക്കൂട്ടം വന്നതിൽ പകുതി വോട്ട് ചെയ്തെങ്കിൽ ഭരിക്കാനേ, വോട്ട് പോയി, ചെയ്യാൻ പറ്റിയില്ല. എന്നെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടേ. ആൾക്കൂട്ടം നീണ്ട മൂക്ക് കാണാനും അമ്മൂമ്മയുടെ തലമുടി പോലെ കാണാനൊക്കെ ഇട്ട് ആൾക്കൂട്ടം വരും. അതുകൊണ്ട് കാര്യമില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെയും അവസാനത്തെയും രീതി. അത് കഴിഞ്ഞ് അവരോട് വോട്ട് ചെയ്യിക്കണം. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് എണ്ണുന്നവർ അതിൻ്റെ പുറകെ ഏജന്റുമാർ കാത്തിരിക്കണം. ഒരു വോട്ട് ജയിച്ചാലും ജയം തന്നെയാണ്. ഇതിപ്പോഴും കോൺഗ്രസ് മനസ്സിലായല്ലോ. എത്ര ബൂത്ത് കമ്മിറ്റി കേരളത്തിലുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ നാട്ടിൽ വാഴക്കുളത്ത് ഒരു ബീരാങ്കുഞ്ഞ് പുള്ളി CPMൻ്റെ വാർഡ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി, അതിൽ എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണത്. പക്ഷെ അവിടെ അതുപോലെ കോൺഗ്രസ് ഉണ്ടല്ലോ മണ്ഡലം പ്രസിഡന്റ്, ആരെന്നറിയോ? അങ്ങനെ വാർത്താ പ്രസിദ്ധീകരണമുണ്ടോ? 10 ആളോട് ഇടപെടുന്നുണ്ടോ? അല്ലെ അവിടെ വാഴക്കുളം സൊസൈറ്റി അതൊന്നും മെമ്പർഷിപ്പ് എടുക്കാൻ പോലും അവസ്ഥയിലാക്കി അത് കൊത്തുകയാക്കി CPMൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി. ഇപ്പം എന്ത് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. പക്ഷെ അടുത്ത ഇലക്ഷനിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം വോട്ടർ ലിസ്റ്റിൽ പേരെടുക്കും, അങ്ങനെ ഒരു ചിന്ത ചെയ്യുന്നില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കോൺഗ്രസ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, എന്നിട്ട് വോട്ട് ചെയ്യിക്കുക. MLA ആകാം, 72, 71 MLAയിലാകാം.
എഴുപത്തൊന്നായാലൊന്നും ഇല്ല, രണ്ടുപേരും മാറി കാര്യം പോയി. അതുകൊണ്ട് ഒരു 80 MLA മേൽ കിട്ടുക, എന്നിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി ആരെങ്കിലും ആകുന്നേ പറ്റുന്നുണ്ടോ? എത്ര ലജ്ജാകരമാണ്, എത്ര ലജ്ജാകരമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ് കാണിക്കുന്നത്. എത്ര ലജ്ജാകരം മാത്രമല്ല, വാസ്തവം ഞാൻ തെമ്മാടിത്തല്ല കാണിക്കുന്നത്. ഇത്രയും അതിനിർണായകമായി ഈ കേരളത്തിൽ UDF അധികാരം കിട്ടിയേ തീരുമെന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗത്തിൻ്റെ പ്രധാന ഘടകമാണ് KPCCയുടെ കീഴിലുള്ള രാഷ്ട്രീയകാര്യ സമിതി എന്നുള്ളത്. ആ സമിതി 2 മാസത്തേക്ക് യോഗം ചേർന്ന് വെച്ചിട്ട് 1.5 വർഷമായിട്ട് ചേർന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന കോൺഗ്രസ് നേതാക്കളെ, അതിന് പച്ച മലയാളത്തിൽ ഇപ്പോൾ തെമ്മാടിത്തരം എന്നാണ്, വഞ്ചന എന്നാണ്, തട്ടിപ്പെന്നാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊന്നും ഇപ്പോഴും UDF അധികാരത്തിൽ വരണം എന്നുള്ള യാതൊരു ചിന്തയില്ല. എനിക്ക് കിട്ടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ എന്നാണ് മനസ്സ് പറയുന്നത്. ഇത് ഒരു മനഃശാസ്ത്ര ഗ്രൂപ്പാണിത്. എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക്, ഏതെങ്കിലും ഒരു നേതാവിന് ആത്മാർത്ഥം ഉണ്ടായി അടുത്ത പ്രാവശ്യങ്ങളിൽ UDF ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയെന്നറിയുമോ? എന്ത് വിട്ടുവീഴ്ച ആ രാഷ്ട്രീയക്കാർ സമിതി കൂടിയിട്ട് തീരുമാനം അറിയിക്കണം. എന്താണ് അടുത്ത ഭാവി പരിപാടി, അത് മുന്നോട്ട് പോകണം. ദിവസങ്ങൾ തീർന്നു, ഇനി എത്ര ദിവസമുണ്ട്? ഇതൊക്കെ ഞങ്ങളെപ്പോലെ ഈ കൊച്ചു പാർട്ടി മണ്ടന്മാരുമല്ല. ഇവിടെ ഓരോ CP ജോൺ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരു മറ്റേ ജോൺ ഉണ്ട്, പിന്നെ മറ്റേതുണ്ട് RJD ഒരു ഇതുണ്ട്, പിന്നെ ഇതുണ്ട് ഒരു ലേഡി ഒക്കെ ഉള്ള. ഇവർക്കെല്ലാം എങ്ങനെയെങ്കിലും ഒരു MLA ആകാൻ ആഗ്രഹമുണ്ട്. അത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ MLA ആകണമെങ്കിൽ നിങ്ങൾ ജയിച്ചെടുക്കണ്ടേ? ജയിച്ചെടുക്കലിൽ UDFൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കണ്ടേ? എത്ര രാഷ്ട്രീയ പാർട്ടികൾ, എത്ര UDFയിലെ ഘടകകക്ഷികൾ എത്ര സ്ഥലത്ത് യൂണിറ്റിൽ ആളെ ചേർക്കുന്നുണ്ട്, യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. RJD ഉൾപ്പെടെ പറയാണ്. ഞങ്ങളൊന്നും ഭരണത്തിലേക്ക് വരുന്നില്ല, ഭരണ താല്പര്യമില്ല. പിന്നെ എന്തെങ്കിലും പൊട്ടുപൊടിയൊക്കെ വന്ന് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ സഹപ്രവർത്തകർക്ക് ആയിക്കോട്ടെ, അല്ലാതെ എനിക്കൊരു ആഗ്രഹമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യണത്, നിങ്ങൾ അധികാരത്തെ മോഹിക്കല്ലേ, അധികാരം വീട് ആഗ്രഹിക്കല്ലേ, MLA ആഗ്രഹിക്കുന്നില്ലേ? MLA ആണ് UDFൻ്റെ യൂണിറ്റ് ഉണ്ടാക്കണ്ടേ, വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കണ്ടേ, വോട്ടർ ലിസ്റ്റ് എത്ര പേര് പോയി നോക്കണ്ടേ? ഇതെല്ലാം നോക്കണ്ടോ? CP ജോൺ സാർ ചോദിക്കുകയാണ്, അല്ല നമ്മുടെ പിന്നെ RJDയുടെ അനു ചാക്കോ, അവരൊന്നും കുഴപ്പക്കാരില്ലെന്നേ. അവരൊക്കെ MLA ആകാൻ യോഗ്യത ഒരു കുഴപ്പമില്ല. 100 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ MLA ആകാൻ ആഗ്രഹിക്കുന്നത്, അവരെല്ലാം 100 പേര് അർഹരാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല, അവർ കുഴപ്പക്കാരുമില്ല. പക്ഷെ എങ്ങനെ കൊടുക്കും? ജനസംഖ്യാനുമായി കൊടുത്തില്ലേ അത് വേറെ വിഷയമാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങൾ കിട്ടാൻ പോയി, അതൊരു ഭരണം വേണ്ടത് അങ്ങനെയല്ല. ആങ്ങളെ ഭരിച്ചാൽ വേണ്ട നാത്തൊരു കണ്ണീര് കാണുന്ന ചിന്ത മാറിയിട്ട് നമ്മൾ UDFൻ്റെ ബാധ്യതയാണ് അടുത്ത പ്രാവശ്യം UDFനെ അധികാരത്തിൽ കയറ്റുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, ബാധ്യതയാണ് എന്ന് തീരുമാനിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക. ഞങ്ങൾ കൊച്ചു പാർട്ടി, ഞങ്ങൾ എന്തെല്ലാം അതിനോട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിതുപോലെ പ്രചരണങ്ങൾ, അത്യാവശ്യം വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനുള്ള സംവിധാനം ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് UDF ഇത്തവണ ജയിച്ചില്ലെങ്കിൽ, വന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത്, പരിണിതഫലം, സൈഡ് എഫക്റ്റ് വളരെ മോശമാണെന്നറിയാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്, UDF നേതാക്കൾക്കെങ്കിലും ആ രാഷ്ട്രീയകാര്യ സമിതി എത്രയും വേണ്ടി കൂടെ ഭാരവാഹിത നിയമിക്കുക, ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുക. നന്ദി ചെയ്യുന്നു.